ഇന്ത്യയുടെ പെരുമ ആകാശത്തേക്കാൾ ഉയരത്തിലെത്തിച്ച ചന്ദ്രയാൻ 3 ദൗത്യം താൽക്കാലികമായി നിശ്ചലമായി. ആഗസ്റ്റ് 23-ന് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 ഒരു ചാന്ദ്രദിനം അഥവാ 14 ഭൂമിയിലെ ദിനങ്ങളാണ് പ്രാഗ്യാൻ റോവറിന്റെ ആയുസ്സായി നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അതിൽ പ്രകാരം സെപ്റ്റംബർ 3-ന് റോവറിലെ ഉപകരണങ്ങൾ പ്രവർത്തനം അവസാനിപ്പിച്ച് ലാൻഡറിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്നു. ലാൻഡറിലെ LRA എന്ന ഉപകരണം ഒഴികെ ബാക്കി പേലോഡുകളും പ്രത്യേക നിർദ്ദേശം നൽകി സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സൂര്യപ്രകാശം എത്തുന്ന സെപ്റ്റംബർ 22-ന് ഉപകരണങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമോ എന്നതാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. പ്രതീക്ഷകൾ കൈവിടാതെയാണ് ISRO നിലവിൽ. ഇരുട്ടുമൂടുന്ന ദക്ഷിണധ്രുവത്തിൽ തണുത്തുറഞ്ഞ കാലാവസ്ഥയെ ഉപകരണങ്ങൾ അതിജീവിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ. ദൗത്യ കാലാവധി പിന്നിട്ടു ദക്ഷിണധ്രുവത്തിലെ അടുത്ത സൂര്യോദയത്തിൽ ചന്ദ്രയാൻ 3-ന്റെ ഉപകരണങ്ങൾ പ്രവർത്തിച്ചാൽ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിക്ക് അടുത്ത ചരിത്ര നേട്ടമാകും. ഇനി ചന്ദ്രന്റെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പേടകത്തിന് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്ര ചാന്ദ്ര പരിവേഷണത്തിന്റെ അംബാസിഡറായി ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ അവശേഷിക്കും. ഇതുവരെയും മനുഷ്യകുലത്തിന് അപരിചിതമായിരുന്ന ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ചിത്രങ്ങൾ പകർത്തി എന്നതിനപ്പുറം ഉപരിതലത്തിലെ സൾഫറിന്റെ സാന്നിധ്യവും മറ്റു മൂലകങ്ങൾ വേർതിരിച്ചറിഞ്ഞതും ചന്ദ്രോപരിതലത്തിലെ പ്രകമ്പനവും താപനിലയും എല്ലാം കൃത്യമായി അളന്നതുമടക്കമുള്ള നിർണായക വിവരങ്ങളാണ് ചന്ദ്രയാൻ ശാസ്ത്രലോകത്തിന് നൽകിയത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.